വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കില്ല? ഞാനിതോ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. എന്താണ് ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഒരു 1 വീക്കായിട്ട് നമുക്ക് കണ്ടിന്യൂസ് മഴ തന്നെയാണ്. ചെറിയൊരു ഗ്യാപ്പ് പോലും തരാൻ നല്ല മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വെയിലൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് അപ്പോൾ നല്ല മഴ തന്നെയാണ്, കൂടെ നല്ല കോടയും തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുമ്പോൾ നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും റോഡ് ഭയങ്കര മോശമായിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് റോഡ് കിട്ടും. അപ്പോൾ ചില സ്ഥലത്ത് നന്നായിട്ട് ചെളിയൊക്കെ കെട്ടിക്കിടന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 വീലറൊക്കെ പോകുന്നവർക്ക് നല്ല പാടുന്നതായിരിക്കും കേട്ടോ. 2 വീലറൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോകും. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെയാണ് നമ്മുടെ ഇവിടെ അട്ടപ്പാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരാറ്. അപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്, ബൈക്കിലായാലും പല വണ്ടികളിലൊക്കെ എടുക്കുന്നത്. അങ്ങനെ ബൈക്കിൽ പോകുന്നവർക്ക് നല്ല ടാസ്ക് തന്നെയായിരിക്കും. കാരണം നമ്മുടെ വീടിൻ്റെ തന്നെ കുറച്ച് ഇപ്പുറത്തായിട്ട് നല്ല രീതിയിൽ ചെളിയാട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ പോകും. അപ്പോൾ എന്തായാലും നല്ല തണുപ്പ് നല്ല കോടായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ എങ്ങനെയാണ് പറയുക, ശരിക്കൊരു ഊട്ടിയുടെ അതേ സെയിം ക്ലൈമറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഞ്ഞ് കുളിച്ച് കിടക്കുന്ന ഒരു അട്ടപ്പാടി, മഞ്ഞിൽ കുളിച്ചൊരു അട്ടപ്പാടിയായിട്ട് നമുക്കിപ്പോൾ വരുന്ന എല്ലാ കൂട്ടുകാർക്കും, അപ്പോൾ നല്ല എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അട്ടപ്പാടിയിലേക്ക് സ്വാഗതം. ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മഴ ഒന്ന് പെയ്ത് തോർന്നപ്പോൾ ചെറിയൊരു ചാറ്റിലായിട്ട്, പക്ഷേ ക്ലൈമറ്റ് എന്നാലും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തണുപ്പും. ഞാനിപ്പോൾ കുളിച്ചിട്ടില്ല, ഇപ്പോൾ ഈവനിങ് ടൈമിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുളിയും കൂടി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഈ തണുത്ത കാറ്റ് പിന്നെ മഞ്ഞൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് നോക്കി റോഡ് ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫുള്ളിവിടെ കൂടുതലും മണ്ണ് തന്നെയായിട്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒലിച്ചു വന്നിട്ട് പിന്നെ നല്ല ശക്തിക്കൊക്കെ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ലൊരു തിട്ടാണ്. അപ്പോൾ ആ ഒരു തിറ്റിനൊക്കെ ഇങ്ങനെ ഒഴിച്ചൊഴിഞ്ഞ് ഇടിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കുറേ മണ്ണിങ്ങനെ റോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നല്ലൊരു ടാസ്ക് എന്ന് പറയട്ടെ. കാരണം കുറച്ച് നേരത്തേക്ക് നല്ല മഴ പെയ്യുന്ന സമയത്ത് റോഡൊക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ചിലങ്ങനെ കട്ടാക്കിയിട്ട് നല്ല ശക്തിക്കായിട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ കുറച്ച് നേരം ആയപ്പോൾ ഒന്ന് കുറഞ്ഞിട്ട് മഴ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് കലങ്ങി തന്നെ കിടക്കുന്നതാണ്. വെള്ളം കുറേയൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ വെള്ളം കുറേ അങ്ങനെ കെട്ടിക്കിടക്കില്ല. പിന്നെ അങ്ങ് മഴ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പെട്ടെന്ന് അങ്ങ് പൊയ്ക്കോളും വെള്ളം. അപ്പം എന്തായാലും ഈ ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ. അങ്ങോട്ടൊക്കെയാലും കുറച്ച് ശോകം തന്നെയാട്ടോ. അപ്പോൾ ഇതുവഴിയൊക്കെ വരുന്നവർ ശ്രദ്ധിച്ചിട്ടൊക്കെ പോവുക. എന്ത് ചെയ്യാനാ? എന്നാലും ഇതിനൊക്കെ ഒരു മാറ്റം അധികം വൈകാതെ തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ ഈവനിങ് ടൈമിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പറമ്പിലൊരു സംഭവം ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വിളഞ്ഞ് നിൽക്കണം. നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ ഭാഗമായിട്ട് നിൽക്കണം. നമ്മൾ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്താണ് എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാമോ. അപ്പോൾ എന്തായാലും നല്ല തണുപ്പാണ്, അതേപോലെ നല്ല മഴയൊക്കെ നന്നായിട്ട് പെയ്ത് തോന്നുന്നുണ്ട്. ഇപ്പോഴൊക്കെ നമുക്ക് പറമ്പിലിറങ്ങുമ്പോഴേ നമുക്ക് ഇതേപോലത്തെ ഞാൻ ഇപ്പോൾ വള്ളിച്ചേർപ്പാട്ട് എടുത്തുള്ളത്. കുളിയെ കഴിഞ്ഞോട്ട് പിന്നെ ഞാൻ ഗംബൂട്ട് എടുത്തില്ല. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഗംബൂട്ട് എടുത്തിട്ടാണ് പോയത്. പിന്നെ അത്രയും നല്ല രീതിയിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ലിപ്പറും കൂടി അതുകൊണ്ട് ശ്രദ്ധിച്ചിറങ്ങിയാന്നുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി ചിലപ്പോൾ പോയി കുളിക്കേണ്ടി വരും. അത്രയും നന്നായിട്ട് നമുക്കവിടെ ചുമന്ന മണ്ണായതുകൊണ്ട് പെട്ട് നല്ല തെന്നലും കൂടി കേട്ടോ. അറിയാൻ പോലും സമ്മതിക്കുക, നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗം ഫുള്ള് കോടിങ്ങനെ കവർ ചെയ്തിട്ടോ, ഫുള്ള് മൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ആ ഒരു സംഭവം ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. മഴയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ചാറ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ തൊപ്പിക്കോടെയാണ്. അപ്പോൾ എന്തായാലും അത് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാളെ വീഡിയോ ഉണ്ടാവില്ല, നമ്മുടെ കാര്യം തന്നെ കഷ്ടത്തിലായിരിക്കും. കാരണം ഈ ഒരു ക്ലൈമറ്റും കൂടി ആകുമ്പോൾ നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ മാറാനാണെങ്കിലൊക്കെ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, എന്ത് പറ്റി തിരിച്ച് മുഖത്തിനൊക്കെ. അപ്പോൾ വേറെ നടന്നാൽ തീരെ വയ്യായിരുന്നു, നല്ല തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നത് നമ്മുടെ മുഖത്തുണ്ടാകും ചെറിയ മാറ്റങ്ങൾ വരെ തിരിച്ചറിയുമെന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്ക് ആ ഒരു കമൻറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായിരുന്നല്ലോ. ഒരുപാട് സന്തോഷിച്ചിട്ട്. കാരണം ഇതിൽ ഒട്ടും വയ്യായിരുന്നു. പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരെങ്കിലും ഉണ്ടാവും നമ്മുടെ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് തീരെ വൈകി കൂടി നമുക്ക് ഒരു ഇച്ചിരി വൈകാണ് നമ്മൾ എന്തായാലും വീഡിയോ ഇട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ കമൻറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷിച്ചു. അതുകൊണ്ടാണ് തീരെ വയ്യായിരുന്നു. അപ്പോൾ എന്നാലും ഇന്ന് അത്യാവശ്യം നന്നായിരുന്നു, ഓക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊരു അടിപൊളി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് കുറേ വാഴകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് വാഴയാണെന്ന് മനസ്സിലായി കൂട്ടുകാരെ? ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ റോബസ്റ്റ് വാഴ. നമ്മുടെ ഇവിടെ റോബസ്റ്റിൻ്റെ വിത്ത് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ പോയിട്ട് ഇപ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ റോബസ്റ്റ് നമുക്ക് അധികം ഇല്ല. അപ്പോൾ കൂടുതലും നമ്മൾ നേന്ത്രവാഴയാണല്ലോ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട്
നമ്മുടെ നേന്ത്രയാണ് നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനും കുറച്ച് നമ്മുടെ അല്ലാതെ കുറച്ച് ചെറിയ വാഴകളുടെയൊക്കെ ഉണ്ടാകും. അതായത് ചെറിയ വാഴ മീൻസ് ഉദ്ദേശിച്ച് ചെറിയ പഴങ്ങൾ ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഇട കദളി, അതേപോലെ തന്നെ അങ്ങനെ വേറെ കുറച്ച് വെറൈറ്റി. പക്ഷെ നമ്മുടെ ഒരു റോബസ്റ്റിൻ്റെ വെറൈറ്റി ഉണ്ടായിരുന്നതേ ഇല്ല. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ഇപ്പം നമുക്ക് കുറച്ച് വിത്ത് അത്യാവശ്യത്തിന് ഉണ്ട്. ഇത് വളമൊക്കെ കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഒരിക്കലും നല്ല അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കേടോ കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ നോക്കി ചെറിയ ചെറിയ വാഴക്കുന്നതാ വീണ്ടും മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു വിത്തുകളൊക്കെ നമ്മൾ പിരിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും കുറേ വാഴകൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ല വിത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കുറച്ച് കഴിഞ്ഞ് കുറച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ഇതിന് വിത്തൊക്കെ പിരിയാറുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലതാണ്. ഇതെന്താണ് ഇനിയിപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും കൊലയ്ക്കും. കാരണം ഇപ്പോൾ വളമൊക്കെ കൊടുത്ത് ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ടല്ലോ. അതെന്താണ് നന്നായിട്ട് വേണ്ട. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വിത്തൊക്കെ ഒന്ന് പിരിഞ്ഞ് വയ്ക്കാം. അത് ഉഷാറായിട്ട് വരുമ്പോൾ താഴേക്കൊക്കെ കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ റോബസ്റ്റിൻ്റെ. അപ്പോൾ എന്തായാലും ഇനി റോബസ്റ്റിൻ്റെ പഴം നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ ആട്ടോ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് അന്വേഷിച്ച് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കൂടുതൽ ഈ നേന്ത്രവാഴ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് കുറച്ച് ഇവിടെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നടക്കുമ്പോൾ നല്ല പേടിൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2-3 സ്ഥലത്ത് ഇപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ പകുതി എത്തിയിരുന്നു. നമുക്ക് കുറച്ചുകൂടി പോകാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരാൾ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ചുമന്ന് തെടുത്തിങ്ങനെ എന്നെങ്കിൽ പറിച്ചെടുത്തോളൂ നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് നിൽക്കട്ടോ. അപ്പം ആളാരാന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ആ നിൽക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റും നല്ല രീതിയിൽ കോട ഇങ്ങനെ മൂടിയിട്ട് എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിലൂടെ എനിക്ക് അറിയില്ല. എന്തായാലും എനിക്കിവിടെ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കി കൂട്ടുകാർ ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കാരണം നോക്കി ആ ഒരു തടിയുടെ ആ ഒരു തടിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കും. നന്നായിട്ട് ഒരു താഴ്ഭാഗം മുതൽ മേൽഭാഗം വരെ നല്ല അടിപൊളിയായിട്ട് ഞാനായിട്ട് ഉണ്ടായിട്ടില്ല. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്ന് മനസ്സിലായ കൂട്ടുകാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നല്ല തണുപ്പുമായിട്ട് നമ്മളിപ്പോൾ വന്നതിനെ അപേക്ഷിച്ച് വീണ്ടും ആ കോട ഫുള്ളായിട്ട് മൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു വഴി ഫുള്ള് മൂടിയിട്ട് നമുക്ക് കുറച്ച് അങ്ങ് നമുക്കൊന്ന് കാണാൻ വേണ്ടി പറ്റും. ഫുള്ളൊരു പുകമയെന്ന് പറയല്ലേ ആ ഒരു ഫീലാണ്. എന്നാൽ നമ്മൾ കുറച്ചുകൂടി പോകേണ്ടത്. അതേപോലെ തന്നെ നമ്മളെ കാണിച്ചൊരു സംഭവം നല്ല കളറ് എന്താണെന്ന് വെച്ചാൽ നല്ല റെഡ് കളറിലാട്ടോ കാണാൻ വേണ്ടി പറ്റും. അപ്പം തന്നെ എത്രത്തോളം ഇപ്പോൾ പുക, അതായത് ഈ ഒരു കോട കൊണ്ട് മൂടിയിട്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാം. അപ്പം എന്നാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വീണ്ടും പറയണം, ജസ്റ്റ് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി പോകാണ്ട് തോന്നും. അപ്പോൾ എന്തായാലും തെന്നിലുള്ള ഏരിയ അതുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോയിലേക്ക് നോക്കി, അതായത് ക്യാമറയിലേക്ക് നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ തെന്നി തെറിച്ച് താഴേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ പോവാം കേട്ടോ താഴേക്ക്. എന്തായാലും കുറച്ചധികം കഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം വരെ എത്തിക്കിട്ടാൻ വേണ്ടി. വേറെ നല്ല ഒന്നാമത് കുളിച്ചതും കൂടിയാണല്ലോ. മാത്രമല്ല നല്ല മഴയൊക്കെ ആയിട്ട് നല്ല തെന്നലും കൂടിലുണ്ടെങ്കിൽ ഒരു വിധത്തിൽ ഇവിടെ എത്തിയത്. കാല് ഫുള്ള് ചെളിയായിട്ട്. അപ്പോൾ ഇനി പോയിട്ട് ഒന്നുകൂടി കുളിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, കാലും ഫുള്ള് ചെളി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഒരു സൈഡിൽ നിന്ന് അട്ട കടിച്ചിട്ട് ഫുള്ള് ചോരയും കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അട്ടയും കൂടി കടിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിത് കുളിക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ. അപ്പം എന്തായാലും ഞാൻ നിൽക്കുന്നത് നോക്കി നമ്മൾ ഇപ്രാവശ്യം വെച്ച് കൊടുത്ത വാഴ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വളമൊക്കെ കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത ആ ഒരു വാഴ കേട്ടോ, അത് വേറൊരു വെറൈറ്റി ആണ്. അതായത് നമ്മുടെ സ്ഥിരം നമ്മുടെ നേന്ത്രവാഴ ഇത് നമുക്കൊരു കളിയില്ലല്ലോ. അപ്പോൾ ഇത് ഈ ഒരു ഭാഗം ഫുള്ള് നമ്മൾ നേന്ത്രവാഴ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നത്. കാടില്ല, കാട് ഈ ഒരു ഭാഗത്ത് ഒരുവിധം ഒന്ന് കളഞ്ഞാണ്. വീണ്ടും മഴയിൽ എന്ത് ചെയ്യാനോ നല്ല ശക്തിക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ആ ഒരു സൈഡിൽ ഇങ്ങനെ കാട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എത്രത്തോളം കളയുന്നു വീണ്ടും നമുക്ക് ആ ഒരു കാട് കളയുടെ ഒരു പരിപാടി നമുക്ക് തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാട് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൈയോടെ കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ല. കാരണം മഴ ഒഴുകുന്നതല്ലേ നമുക്ക് കളയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പതുക്കെ നമുക്ക് അതൊക്കെ ഒന്ന് തെളിച്ച് സെറ്റാക്കി എടുക്കാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ സീവീഡ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡെയിലി വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ഈവനിങ് ടൈമിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സീവീഡും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് നമ്മളിതാ ആശാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ. കാരണം നമ്മുടെ കപ്പ വരയ്ക്കാനാണ് നമ്മളിപ്പോൾ വന്നുള്ളത്. നല്ല തണുപ്പും നല്ല മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കപ്പപ്പുഴുക്കും കൂടുതൽ അടിപൊളി കോമ്പിനേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം നമുക്ക് കപ്പ ഒന്ന് പറിച്ചെടുക്കാം. നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ പറിച്ചെടുക്കാനൊക്കെ കുറച്ച് അടിപൊളിയായിരിക്കുന്നതാണ് വിശ്വാസം. എന്തായാലും നോക്കാമല്ലോ നമുക്ക്. ഈ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കപ്പയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് വേവ് ചെയ്ത്, അതായത് നല്ല പൊതുവ അടിപൊളി കപ്പ തന്നെയാണ്. ഇതിൻ്റെ കണ്ടന്റ് നമ്മൾ റിപ്പീറ്റായിട്ട് ഇങ്ങനെ വീണ്ടും ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ അടുത്ത സെക്ഷൻ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മുളച്ചിങ്ങനെ വരുന്നതില്ല. അപ്പോൾ എന്തായാലും അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ നമുക്ക്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ തന്നെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് തീരുമ്പോഴത്തേനും നമുക്ക് അതെന്തായാലും സെറ്റ് ആകും. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള സംഭവമൊക്കെ
കപ്പയുടെ തണ്ടൊക്കെ ഉണ്ടാവും. നമുക്ക് അധികം വൈകാതെ പറിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കി വരട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിവിയും എടുത്തിട്ട് അതേപോലെ തന്നെ ഇത് പറിച്ചിട്ട് ഇട്ടുകൊണ്ടായത് പച്ചക്ക് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കപ്പ പറിക്കുമ്പോൾ കപ്പയുടെ ഒരു കിഴങ്ങ് നന്നായിട്ട് മൂത്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ തന്നെ 2 ടൈപ്പ്, അതായത് ഇതിപ്പോൾ കുറച്ച് വെള്ള കളർ പോലെ വരുന്നൊരു ഭാഗമല്ലേ ഇത് കണ്ട്, അതേപോലെ തന്നെ ഇത് കുറച്ച് ഇത് തവിട്ട് കളറിലല്ല. അപ്പോൾ ഇങ്ങനത്തെയാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് മൂത്തൊരു കിഴങ്ങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേപോലെ നല്ല തവിട്ട് കളറായി വന്ന ഒരു കപ്പയുടെ ചോട് നോക്കി നമുക്കൊന്ന് പറിച്ചെടുക്കാം. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഓരോ ചോടൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ വൈകിട്ടോ നമ്മൾ പറിക്കാറുണ്ട്. അപ്പോൾ നോക്കിയേ, ഇത് നന്നായിട്ട് തവിട്ട് കളറായി നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നൊരു തണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ട് എന്തായാലും ഇത് ഒന്ന് കുഴച്ച് നോക്കാട്ടോ. നമുക്ക് എപ്പോഴും നമുക്ക് കുഴക്കുമ്പോൾ അങ്ങനെ നമുക്ക് കിഴങ്ങൊന്നും ഇല്ലാതായിട്ടില്ല, എപ്പോഴും നമുക്ക് എന്തായാലും കിഴങ്ങുണ്ടാവും. എന്നാലും ഇത് അത്യാവശ്യം നല്ലതായിട്ട് തവിട്ട് കളറായതുകൊണ്ട് എന്തായാലും ഇതിൽ കിഴങ്ങുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇത് തണ്ട് കുറച്ചൊന്ന് വെട്ടി കളയാനുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ പന്നിയാശാനൊക്കെ പണി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി വരുമ്പോൾ പല ചോടും ഇളക്കി പറിച്ച് കുത്തി മറിച്ചിട്ടിട്ടുണ്ട് ആൾ. അപ്പോൾ ആളെ ഒരു പരിധി വരെ ആളുടെ ആക്രമണത്തിൽ ഒന്നും മുകളിൽ കിട്ടാമെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ കമ്പിയൊക്കെ വലിച്ചിട്ടുണ്ട്. പക്ഷെ കമ്പിയൊന്നും ആൾക്കൊരു കിട്ടിയല്ല എന്ന് പറയില്ല, ആ ഒരു അവസ്ഥ കേട്ടോ. കുറേ ഇങ്ങനെ മുകളിലേക്ക് കുറേ പോയിട്ടില്ലപ്പോൾ ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എടുക്കാൻ പറ്റും. പച്ചക്കൊക്കെ മാറ്റി ഞാനേ ചെരുപ്പൊന്നും ഇവിടെ ഉള്ളിലിട്ടില്ല, കാരണം എനിക്ക് ചെരുപ്പ് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. തെന്നി വലിച്ചു പോകും. കുറേയൊക്കെ നമ്മൾക്ക് വെട്ടി ഒതുക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് ആ ഒരു പറിക്കാൻ പോകുന്ന കപ്പയുടെ ചോട് കുറച്ച് വെട്ടി കൊടുക്കാം. നല്ല നീളത്തിൽ ഇങ്ങനെ പൊഴിക്കുകയാണ്. മണ്ണ് നമ്മൾ നന്നായിട്ട് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിയുന്നുണ്ടാവും കേട്ടോ. ഇതിനൊരു പൊട്ടൊരു സൗണ്ടായി കേട്ടിട്ടോ. ഫോഴ്സ് കൊടുത്തിട്ടോ മഴയാണെങ്കിൽ പോലും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഒരാശാന്താ പൊട്ടി പോയിട്ടുണ്ട്. നമ്മൾ കപ്പ കുറച്ചെടുത്തിട്ടുണ്ട്. അയ്യോ, അത്യാവശ്യം നല്ലല്ലേ അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല മഴ പെയ്തിട്ട് മണ്ണ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വലിക്കേണ്ടി വന്നില്ല. എന്നാലും കുഴപ്പമില്ലാട്ടോ, നമുക്ക് ഒരു കിഴങ്ങ് പൊട്ടി പോയിട്ടുണ്ട്, അതുകൊണ്ട് എടുക്കണം. അപ്പോൾ ഒന്നല്ല കഴിച്ച് 2 എണ്ണമാണ് പൊട്ടിയിട്ടുള്ളത്. അത്യാവശ്യം മണ്ണുള്ള 2 എണ്ണമാണ് പൊട്ടിയിട്ട്. ഇവർക്കെന്താ ഇവിടുന്ന് വരാനുള്ളത് ഇൻട്രസ്റ്റ് ഇല്ലാന്നാ തോന്നുന്നത്. ഇതിൽ തന്നെ ഇരിക്കാനാണോ? അതല്ല, ഇവിടെ ഉണ്ടോ? തൂണ്ടി എടുക്കേണ്ടി വരുന്നതാണ് തോന്നുന്നതാ. അടുത്താൾ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് ഞാനിതാ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും പൊട്ടിക്കാൻ. അപ്പോൾ നല്ല നീളമുള്ളതാണ്. ഇതിൻ്റെ പകുതി ഞാനിപ്പോൾ നമ്മളിപ്പോൾ പറിച്ചെടുത്ത ആ ഒരു കണ്ടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി അവിടെ ഞാൻ മണ്ണിൽ നിന്ന് പൈസ കൊടുത്തതാ. ഇത്രത്തോളം എനിക്ക് കിട്ടിയിട്ട് പറ്റിയതാ. ഇവിടെ മെച്ചേക്ക് ചതിച്ചിടുക ഇതിൻ്റെ ഭാഗത്ത്. അതായത് ഇവിടുന്ന് വീണ്ടും ഇതാ പൊട്ടി താഴെ ഇരിക്കുന്നുണ്ട്. നല്ല മഴയിൽ നമ്മൾ തൂമ്പ വെച്ച് ഇളക്കി ഫുള്ള് മണ്ണ് പെട്ടെന്ന് കുഴയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ തൂമ്പ എടുക്കാതെ കൈ വെച്ചിട്ട് തന്നെ വരുവാണെങ്കിൽ നമുക്ക് തൂമ്പ വെച്ച് പിന്നെ ഇളക്കി മണ്ണൊന്നുകൂടി കഴിക്കേണ്ടതോ എന്ന് വിചാരിച്ചാൽ കയ്യിൽ യൂസ് ചെയ്തെടുക്കാൻ വിചാരിക്കും. അടിയിലേക്ക് പോയിട്ടുണ്ട്.
എന്തായാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിൽ ഇത് നമ്മൾ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ് കേട്ടോ പൊട്ടി നിന്നിട്ടുള്ളത്. ഒരു ചൂട് കുറച്ചപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കപ്പയുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി നമുക്കിതാ പൊട്ടിയതുണ്ട്. എന്തായാലും അതുകൂടെ ഒന്ന് കിട്ടുമോ നോക്കട്ടെ. മുടി ഞാൻ വൈകിട്ട് കുളിച്ചുകൊണ്ടെന്ന് എനിക്ക് ഉണങ്ങാത്തൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തുന്നിയിട്ടിട്ടാണ് വന്നത്. അതിൽ എടുക്കുന്നുണ്ട് കുറച്ച് രണ്ടാമത്തെ നമ്മളെന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ പുഴക്കി എടുത്തിട്ടുള്ള ആഴ്ച കൊടുത്ത് എല്ലാ കപ്പയും നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എത്ര കപ്പയെന്ന് കിട്ടി ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് ഇത്ര കപ്പയാണ് കൈ കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് കേട്ടോ ഒരു കപ്പ പൊട്ടിപ്പോയിട്ട് നോക്കിയപ്പോൾ ഈ ഒരു അടിയിൽ തന്നെ ഇത്ര നീളത്തിൽ പോയിട്ടുണ്ട്. പിന്നെ അത് ഇവിടുന്ന് പൊട്ടുമ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ള കിഴങ്ങ് തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. ആണോ ഇതാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും രണ്ടും അത്യാവശ്യം നല്ല നീളമുണ്ട്, കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ രാസവളം കാര്യങ്ങളൊന്നും നല്ല കൊടുത്തില്ല, ഫുള്ളി ജൈവവളം തന്നെയല്ല. അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഞാൻ എന്തായാലും അടിപൊളി റിസൾട്ട് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് പൈസയ്ക്ക് രാസവളോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വളങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല പ്രതീക്ഷയിൽ വളം എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നാണെങ്കിൽ കുറച്ചൊരു നല്ല ടാസ്ക് ഉണ്ടായിരുന്നിട്ട് പുഴക്കിയെടുക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നാണെങ്കിൽ നമ്മൾ പറിച്ചെടുത്ത കപ്പയിൽ നിന്നൊക്കെയാണ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വിളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പ കൃഷി ഇങ്ങനെ നമുക്ക് ലോസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ഒരു പറിച്ചെടുത്ത കപ്പയിൽ അത്യാവശ്യം നന്നായിട്ട് മണ്ണ് ഇടുക. മൊത്തത്തിൽ ഇപ്പോൾ എൻ്റെ കാലും കൈ ഫുള്ള് മണ്ണിൽ കുളിച്ചിരിക്കണം. എന്നാലും കപ്പ കഴിയുന്ന കൊടുത്ത് കൈയും കാലത്തൊന്ന് കഴിയണം. അപ്പോൾ നമുക്ക് താഴത്തോട്ട് നന്നായിട്ട് വെള്ളം നല്ല ഉറവുകൾ നല്ല ശക്തിക്ക് തന്നെ വരുന്നത്. എന്നാലും അവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് എന്തായാലും കപ്പയ്ക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനെന്തായാലും ഇത്രയും നീളത്തിലുള്ള നമുക്ക് പുഴക്കാൻ എളുപ്പത്തിനായിട്ട് കുറച്ച് നീളത്തിനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് മുറിച്ചിട്ടുണ്ടായിരുന്നാലും നമുക്ക് ഇനിയിപ്പോൾ പുഴക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നീളം വേണ്ടത്തില്ല. ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. വെച്ച് മുറിക്കാൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറമ്പിൽ ഓരോ പണികളായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ വക്കത്തീടി അതേപോലെ തന്നെ അരികടൊക്കെ മുറിച്ച് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതൊക്കെ നമുക്ക് അടുത്തതിലേക്ക് നട്ടുകൊടുക്കാൻ പറ്റിയ അടിപൊളി തണ്ടകളാണ്. അപ്പോൾ ഇത്രയും നീളമൊന്നും വേണ്ട, ചെറിയ ചെറിയ തണ്ടാക്കിയിരിക്കുന്ന ഓരോ മുട്ടിനനുസരിച്ച് ചെറിയ ചെറിയ തണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത വർഷം കപ്പ നന്നായിട്ട് പറിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ കപ്പയ്ക്കായത് നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കാതെ നമുക്ക് വലിയ ഒരുപാട് പണിയും കാര്യങ്ങളില്ലല്ലോ. പിന്നെ കളയൊക്കെ കയറുമ്പോൾ അതിനനുസരിച്ച് ടൈമിങ്ങിൽ പറിച്ചു വിടുക. പറിച്ചെടുത്ത കപ്പിനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വരാം. പൂരിട്ട് വന്നിട്ട് ഒരു ഗത്തില്ല കേട്ടോ.
കപ്പയിട്ട് എല്ലാ മണ്ണും നമ്മൾ നന്നായിട്ട് കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് അടിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല, കാരണം നമ്മുടെ വഴി അറിയാതെ. അപ്പം എന്നാലും നമുക്ക് നമ്മൾ ബക്കറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി നമുക്ക് ഇത് കണ്ടി നമുക്ക് ഒഴിവാക്കി. അപ്പോൾ പറയുന്ന വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, കാരണം നല്ല ഫോഴ്സിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ കണ്ടീനൊന്ന് മുറിച്ചിടാൻ വേണ്ടി പോവാണ്. കപ്പ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ്. അത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാം ആ ഒരു കപ്പയുടെ ഒരു ടേസ്റ്റ്. മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോൾ പറിച്ചു നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയിൽ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കപ്പയൊക്കെ നന്നായിട്ട് കഴുകി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുള്ളൂ. അപ്പോൾ അവിടുന്ന് പറഞ്ഞ ഫോഴ്സിൽ എത്രത്തോളം കയറ്റുണ്ടെന്ന് അറിയില്ല, കാരണം നല്ല ഫോഴ്സിൽ നല്ല ഫോഴ്സിൽ ഒഴുകുന്നതുകൊണ്ട് തന്നെ. മാത്രമല്ല വെള്ളത്തിന് പ്രത്യേക തണുപ്പിനുണ്ട്, കാരണം മൊത്തത്തിൽ അന്തരീക്ഷം നല്ല തണുപ്പും കോടയൊക്കെ ആകും. പിന്നെ വെള്ളത്തിന് തണുപ്പില്ലാതിരിക്കുന്നു. ഒന്നാമത് ഉറവയും കൂടി അല്ലപ്പോൾ അവിടെ നിന്ന് കയറിയപ്പോൾ ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സിൽ നിങ്ങൾക്ക് കഴുകുമായിരുന്നു, എന്നാലും നന്നായിട്ട് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതുകൊണ്ട് വീട്ടിലേക്ക് പോവാം കേട്ടോ. എല്ലാവരും നമ്മൾ കപ്പയൊക്കെ പറിച്ച് കഴിക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അന്തരീക്ഷം നന്നായിട്ട് നമുക്ക് അറിയാമല്ലോ, നമുക്ക് നേരത്തെ കണ്ടവർ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും നല്ല രീതിയിൽ കോടയും തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കോടയും തണുപ്പ് ഇപ്പോഴും ഒരു മാറ്റമില്ലാണ്. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ചൂട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് അടിയിൽ തണുപ്പത്ത് കിട്ടില്ല. വേറെ നല്ല രീതിയിൽ അടിയിലേക്കൊക്കെ നന്നായിട്ട് കനലായിട്ടുണ്ട്. നമ്മൾ വന്ന വഴിക്ക് നല്ല ഉണങ്ങിയ വിറക് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആ ഒരു വിറകൊക്കെ വെച്ച് നമ്മൾ നല്ല രീതിയിൽ തീ കൂട്ടിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ചൂട്ടിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പത്ത് വന്നിട്ടുള്ള ദേഹമൊക്കെ ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുന്നത്. ആ ഒരു തണുപ്പൊന്നും അറിയുന്നില്ല, നല്ല ചൂടില്ല. അപ്പോൾ സൈഡിൽ കൂടെ നന്നായിട്ട് പുകയും വരുന്നത് കേട്ടോ. ഇതോ ഇവിടേക്ക് നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അത് നന്നായിട്ട് പുക വന്നിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും പറിച്ചെടുത്ത കപ്പ് നന്നായിട്ട് ഈ ഒരു തീക്കാൻ വീട്ടിൽ ചുട്ടെടുത്താൽ ഒരു വെറൈറ്റി ആവില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ചുട്ടെടുക്കാം. നന്നായിട്ട് അടിയിലേക്ക് കനലായിട്ടുണ്ട്.
ക്ലൈമറ്റ് നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ ഇതേപോലെ തീയൊക്കെ കുറച്ച് കൂട്ടിയിട്ട് ഇതേപോലെ തീയൊക്കെ ഒന്ന് കായാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു തണുപ്പിൻ്റെ ഒരു ഇതൊന്നും നമുക്ക് ഒട്ടും അറിയില്ല കേട്ടോ. കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോഴേ കാലൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് കല്ലായതിനു ശേഷം ചൂടാന്ന് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ ചീവിയുടെ കപ്പത്തേക്ക് ഒരു രക്ഷയില്ലാത്ത ചൂടായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചീവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ? അവൻകുട്ടിയുടെ തണുപ്പൊക്കെ പോയോ? തണുപ്പുണ്ടോ? നമുക്ക് കുറച്ച് ചൂടാക്കാം. വേണ്ടേ? മാമ ചൂടാക്കി തരാം. കൈ ഇങ്ങനെ പതുക്കാക്കി. ഒരുപാട് അങ്ങനെ പോകണ്ട. നമ്മൾ ആ ഒരു തണുപ്പിൽ നിന്ന് വന്ന ആ ഒരു ഫീല് പറയണേ ഇല്ല കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. കാരണം നല്ല ചൂടായിട്ടുണ്ടല്ലോ. ഇതുകൊണ്ട് കപ്പയെടുത്ത് കൈ പിടിച്ചിട്ട് ചൂടാ റെഡി ആയിട്ട് നിൽക്കുവാണ്. അതിന്റെ നിന്റെ കയ്യിൽ എന്താന്ന് പറഞ്ഞു കൊടുത്തേ? റൈസിന് പറഞ്ഞു കൊടുത്തേ കയ്യിൽ എന്താന്ന് പറഞ്ഞു കൊടുത്തത്? എന്താ കപ്പാന്ന് പറ. കപ്പ ചൂടാന്നാ വായോ പതുക്കെ വാ. എന്തൊക്കെയോ ആക്സിഡൊക്കെ കാണിച്ചിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല കനലായ അവസ്ഥയിൽ ഇപ്പോഴത്തെ ചോട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്രത്തോളം നല്ല രീതിയിൽ ചൂടും സൈഡിൽ കൂടെ അത്യാവശ്യം പുകയൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മുറിച്ച് രണ്ടാക്കിയിട്ടിടാം. നമ്മുടെ കപ്പ വേവുന്ന ആ ഒരു ടൈം കൊണ്ടേ മനസ്സിലാവും കുറച്ച് ചിക്കനാണ് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു ചിക്കൻ നമുക്കിതൊന്ന് കുത്തിയിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇരിക്കുമെന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടാണ് വേറെ നല്ല കുറച്ച് ടൈം ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പരിപാടിയിലേക്ക് കയറിയിട്ട്. അപ്പം എന്തായാലും സമയം എന്തായാലും ഒരു 6 മണി കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടി ഇതെന്താ ഇത്? എച്ചി വേണം ആൺകുട്ടിക്ക്. എച്ചി നമുക്ക് ചുട്ടെടുക്കാം. തീരിക്ക് ചുട്ടെടുക്കാം. അപ്പം ഇതിന് നമ്മൾ ഒരുപാട് മസാലകളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കുറച്ച് മസാലകളും, അതായത് കുറച്ച് ഉപ്പ്, മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, അത്ര മാത്രമേ അത് ചേർത്തിട്ടുള്ളൂ. അപ്പം മനസ്സിലൊന്ന് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആൺകുട്ടി കയറിയത് വിറകിലൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിലേക്ക് വരണ്ട, അതിന് മാറിക്കാം. ഇത്രയായിട്ടോ എന്തായാലും ഈ ഒരു കമ്പിയിൽ നമുക്ക് കയറി വെക്കുന്നത്. ഇത്രയും ഞാൻ ഇതിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഒരെണ്ണം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിട്ട് നല്ല ക്ലീൻ വരും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. പുകയാണോ? എന്നാൽ അങ്ങോട്ട് പൊക്ക പൊന്ന് അങ്ങ് മാറിയില്ലോ. പൊക്ക അത് എടുക്കാണോ പോണേ? ചേച്ചി കൊണ്ടുപോയിക്കോ. എന്ത് നമ്മുടെ കുറച്ചധികം നേരത്തെ ബൈക്കുന്നതിന് ശേഷം നമ്മുടെ കപ്പകൾ നല്ല രീതിയിൽ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെറിയ രീതിയിൽ ചൂടൊന്ന് കുറഞ്ഞിരിക്കും കേട്ടോ. മറ്റൊരു കൈ എടുക്കാൻ പറ്റാത്ത ചൂടാണ്. ചിക്കനെ പൊളിക്കുമ്പോഴത്തെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ആവി വരുന്നുണ്ട്. അപ്പോൾ കപ്പ ആ ഒരു കനൽ വെച്ച് ചുട്ടതിൻ്റെ മേൽഭാഗത്ത് ആ ഒരു തീ വെച്ചിട്ടാണ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ അവസ്ഥ എല്ലാവരും നോക്കുന്നു പോയി നടക്കും. നമ്മുടെ കപ്പ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി നമ്മൾ ചിക്കൻ എടുത്ത് തരാം.
നല്ല ചൂടുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല ഇതിന് ചൂടാണ്. നമുക്ക് ഈ അറ്റത്തൊന്നും പിടിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ വാഴയിലയുടെ ഒരു പീസും കൂടി കൂട്ടിയിട്ടാണ് പിടിച്ചിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് കരിഞ്ഞു പോകാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലേക്കൊന്ന് ആക്കി കൊടുക്കാം. രക്ഷയില്ലാത്ത ചൂട് തന്നെയാണേ. അതിനെന്താണ് നമ്മുടെ കപ്പയും അതേപോലെ തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത നമ്മുടെ സ്പെഷ്യൽ ചിക്കനും. ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ആവിയൊക്കെ വരുന്നത് നല്ല ചൂടാണേ. ഇതെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കപ്പ പൊളിച്ചിട്ട് നേരെ എടുക്കാൻ പോയ സമയങ്ങളിൽ ഉള്ളിൽ നിന്ന് കുറച്ച് ആവിയൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കപ്പ ഉള്ളിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ഉള്ളിലത്തെ കുറച്ച് കപ്പയുടെ ഒരു പൊടി പോലെ ആയിട്ടുണ്ട് നമ്മുടെ കപ്പയൊക്കെ. ആ ഒരു ചൂട് കപ്പയും ചൂടതാ ചൂട് നമ്മുടെ ചിക്കൻ. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ് കാര്യം. ചിക്കനൊക്കെ നല്ല രീതിയിലാണ് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പും മുളകും എല്ലാ കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് കറക്റ്റ് തന്നെയാണ്. അപ്പം എന്തായാലും അടിപൊളിയാണ് ഗൈസ്. അപ്പം എന്തായാലും ഈ ഒരു നല്ല തണുത്തൊരു അന്തരീക്ഷത്തിൽ ഈ ഒരു കോമ്പിനേഷൻ രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ഉണ്ട്. അപ്പം എന്തായാലും എല്ലാ കൂട്ടുകാരും കപ്പയൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ഇതേപോലെ നമ്മൾ മിക്ക ടൈമിൽ ഇതുപോലെ പുഴുങ്ങിയിട്ടും അതേപോലെ തന്നെ കാന്താരി അതുപോലെ മീൻകറി അങ്ങനെയൊക്കെ ആയിട്ടാണ് കഴിക്കുക. അപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും മസ്റ്റായിട്ടും ഇഷ്ടപ്പെടുന്ന അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മതി. അത്യാവശ്യം നല്ല രീതിയിൽ നീട്ടായിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ഒരു ടൈം പിന്നെ അതിന് ശേഷം കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നേരത്തെ ഒരു ടാസ്ക് തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ചായിട്ട് തണുപ്പിന് ശക്തി ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ പുറത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാൻ. ബൈ.